നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ സമസ്തയും മുസ്ലിം ലീഗും യോജിച്ച് നിൽക്കുക എന്നത് ഇരു നേതൃത്വം ഉയർത്തിപ്പിടിച്ച നിലപാടാണ്. സമസ്തയും പാണക്കാട് കൂടുമ്പോൾ മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ 89 പ്രസംഗം നോട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, ഷംസുൽ ഉലമ ഇത് മാത്രമല്ലല്ലോ ഫൈസി, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ വിധേയികളെ ഒഴിവാക്കണമെന്ന് ഇതേ ഷംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ പറയാൻ തയ്യാറുണ്ടോ? കൂടത്തായിക്കാരനെ എന്താണ് ഒന്ന് മാത്രം പറയുന്നത്? എടുക്കും ഷംസുൽ ഉലമയെ സ്വീകരിക്കുമ്പോൾ അത് അവിടെ സെലക്റ്റീവാണോ? ചില വിഷയങ്ങളിൽ മാത്രം ഷംസുൽ ഉലമ പറ്റും, ചില വിഷയങ്ങളിൽ പറ്റൂല, അങ്ങനെയാണോ? തറപ്രസംഗം, ജുമയ്ക്ക് മുമ്പുള്ള തറപ്രസംഗത്തിൻ്റെ വിഷയത്തിൽ ഷംസുൽ ഉലമ ശക്തമായ എതിരായിരുന്നു. ഒന്നത്. രണ്ട്, ഞാനിപ്പോൾ പറഞ്ഞ ഈ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബിദഈകളെ ഒഴിവാക്കണമെന്ന് ഷംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അത് കൂടത്തായി നാസർ ഫൈസി മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ ഷംസുൽ ഉലമയ്ക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ പോട്ടെ, മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ പറയാം ധൈര്യമില്ലെങ്കിൽ പോട്ടെ, സ്വന്തം ഫേസ്ബുക്കിലെങ്കിലും പറയാം ലീഗിനോട്, പാണക്കാട് തങ്ങന്മാരോട് ഷംസുൽ ഉലമയ്ക്ക് ഇങ്ങനെ നിലപാടുണ്ട്, അത് സ്വീകരിക്കണം എന്ന് പറയും. മൂന്ന്, ബിദഈകളായ ആളുകളുടെ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ഖത്തീബന്മാരുണ്ടെങ്കിൽ അവരെ മഹലിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. അവരെ ശകാരിക്കണം എന്നല്ല പറഞ്ഞു, അവരെ മഹല്ലത്ത് നിന്ന് പുറത്താക്കണം എന്നാണ് ഷംസുൽ ഉലമയുടെ ഫത്വ. ഇതൊക്കെ ഇന്നുണ്ട്. ഷംസുൽ ഉലമ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത ഫത്വകൾ ഇന്നും ലഭ്യമാണ്. മൂന്ന്, ഈ നാസർ ഫൈസി കൊടുത്തേക്ക് പറ്റുമോ? ഇനി നാല്, അടുത്ത പഠിച്ചോ, ഷംസുൽ ഉലമയുടെ ആളല്ലേ, ഷംസുൽ ഉലമയുടെ പ്രസംഗം ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. എന്തെന്ന്, ഒരു സ്ഥാനാർത്ഥി വഹാബിയും മറുഭാഗത്ത് സുന്നികളെ സഹായിക്കുന്ന ഒരു ഹിന്ദുവും ആണെങ്കിൽ ആ വഹാബിയെ തോൽപ്പിക്കണം, എന്നിട്ട് സുന്നികളെ സഹായിക്കുന്ന ഹിന്ദുവിനെ വിജയിപ്പിക്കണം എന്ന് ഷംസുൽ ഉലമ പ്രസംഗിച്ച പ്രസംഗം ഇന്നും യൂട്യൂബിലുണ്ട്. നാസർ ഫൈസി കൂടത്തായി അത് സ്വീകരിക്കുമോ, അംഗീകരിക്കുമോ? പറയണം. ഇവിടെയുള്ള ഈ കക്ഷികൾ മുമ്പ് സമസ്തയ്ക്ക് ഒരു കത്ത് കൊടുത്തു, ഒരു കോർഡിനേഷൻ, മുസ്ലിം ഒരു ഐക്യ കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഷംസുൽ ഉലമ ചോദിച്ചു, നിങ്ങളാദ്യം ഞങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നുണ്ടോ? എന്നാലല്ലേ മുസ്ലിം ഐക്യ കോർഡിനേഷൻ, ഐക്യ കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കുക. അല്ലെങ്കിൽ മുസ്ലിം മുശ്രിക്ക് കമ്മിറ്റിയായി മാറൂലേ? കാരണം നിങ്ങൾ മുശ്രിക്ക് എന്നല്ലേ ഞങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർക്ക് തിരിച്ചൊരു കത്ത് കൊടുത്തു. ആ കത്തിന് വഹാബികൾ ഇന്നേ വരെ മറുപടി തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ സുന്നികളെ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അവരുമായി ഒരു കോർഡിനേഷനും ഒരു കമ്മിറ്റിയും അവരുമായി ഐക്യപ്പെട്ട് അവരുമായി ഒന്നിച്ചുള്ള ഒരൊറ്റ കമ്മിറ്റിയും പാടില്ല എന്നതാണ് ഷംസുൽ ഉലമയുടെ നിലപാട്. ഈ നിലപാട് കൊടുത്തായി നാസർ ഫൈസി അംഗീകരിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം. ഇതിനൊക്കെയല്ലേ മറുപടി പറയേണ്ടത്. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ബിദഈകളുമായുള്ള വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചു. അവരെ എല്ലാ നിലക്കും വർജിക്കണമെന്നും അവരുമായുള്ള സൗഹൃദവും സ്നേഹബന്ധവും ഒഴിവാക്കണമെന്നും ഒക്കെ. പിൽക്കാലത്ത് മുജാഹിദിൽ നിന്ന് രാജിവെച്ച് അഹ്ലുസുന്നയിലേക്ക് വന്ന ഒരു മൗലവി പറഞ്ഞിട്ടുണ്ട്, ഷംസുൽ ഉലമ വഴിയിൽ വെച്ച് കണ്ട് എൻ്റെ മുഖത്ത് പോലും നോക്കിയിരുന്നില്ല എന്നല്ലേ. ബിദഈകളുടെ കൂടെ സ്റ്റേജ് മേൽ ഇരുന്നിട്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന നാസർ ഫൈസി കൂടത്തായിക്ക് ഈ പറയുന്ന ഷംസുൽ ഉലമയുടെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടർത്തി മാറ്റി എടുത്തുകൊണ്ട് ഷംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട് ആളുകളെ, ന്യൂ ജനറേഷനെ പറ്റിക്കരുത് എന്ന് നാസർ ഫൈസി കൂടത്തായോട് പറയാണ്. ഷംസുൽ ഉലമ പഠിപ്പിച്ച സുന്നി എന്താണെന്ന് അറിയുന്ന അഹ്ലുസുന്നയുടെ ഖിദ്മത്തെടുക്കുന്ന പോരാളികൾ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത്തരം ആളുകൾ നിങ്ങളെ ഈ കാര്യം ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അടർത്തി മാറ്റി ഇതാണ് ഷംസുൽ ഉലമ പറഞ്ഞത്, മുസ്ലിം ലീഗിന് കുഴലൂത്തും. മറ്റൊരു പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറയാൻ വിട്ടു. ആദ്യം മുസ്ലിം ആകണം എന്നിട്ടല്ലേ ലീഗ് എന്ന് പറഞ്ഞു. മുസ്ലിം ആയിട്ടില്ലേ പിന്നെന്ത് ലീഗാന്നാ ചോദിച്ചത്. ആദ്യം ഇസ്ലാമിയത്ത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അന്യസ്ത്രീയുടെ കൂടെ നിന്നിട്ട് ഔറത്ത് തുറന്നിട്ട് അന്യസ്ത്രീയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന പതിവ് ഷംസുൽ ഉലമയ്ക്ക് ഏതായാലും ഇല്ല. അതാരാണ് എടുക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടില്ലല്ലോ. അത് എടുക്കുന്നത് മാത്രമല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പതിവ് ഷംസുൽ ഉലമയ്ക്കില്ല. അപ്പോൾ ഷംസുൽ ഉലമയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷംസുൽ ഉലമ പറഞ്ഞത് അത്
പ്രാവർത്തികമാക്കാൻ ഫൈസി തയ്യാറാവുക. അല്ലാതെ ഫൈസിക്ക് വേണ്ടുന്നത് മാത്രം തോണ്ടുക, എന്നിട്ട് ബാക്കിയൊക്കെ മറച്ചു വെക്കുക, വഹാബികൾക്ക് കൊലൂത്ത് നടത്തുക, മുസ്ലിം ലീഗിൽ വഹാബികൾക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുക, വഹാബി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, ഇതൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുക. എന്നിട്ട് മറുഭാഗത്ത് ലീഗ് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്രതികരിക്കുന്ന ആളുകളെ വായടപ്പിക്കാൻ വേണ്ടി ശംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഉമ്മാക്കി അത് കൂടത്തായി ഫൈസി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ശംസുൽ ഉലമയുടെ നിലപാട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ്. ഇത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ, അതാണ് നമ്മുടെ വിഷയം.